പശുക്കുട്ടി ഒന്ന് മൂരിക്കുട്ടിയാണ്. അതൊക്കെ നല്ല സുഖമാണ്. നമ്മളെ തൊടിയിൽ ഒരു നേരം കെട്ടിയിട്ടാൽ ഒരു പള്ളറച്ചോളും, തെങ്ങിന് ചാണാവും, വളം മൂവും, നല്ല മെച്ചാണ്. 10 പയ്യനെ വെച്ചാണ്ട് ജോലിക്കാരെ വെച്ചാൽ ഒരു നിലക്ക് വെക്കൂല. എങ്ങനെ വെക്കുക? 10 പൈക്കാളെ ഉണ്ടായാൽ പിന്നെ അതിന് 10 പൈക്ക് ഒരേ ലെവലിൽ പാലുണ്ടാവില്ല. സുഖം നാട്ടിലെ പൈക്കളാണ്. കയറുമ്പോൾ കെട്ടിയിട്ടാൽ മേച്ച് കെട്ടിയിടാം. അത് രാവിലെ കൊണ്ടുപോയി കെട്ടിയാൽ വൈകുന്നേരം കഴിച്ചു കൊടുത്താൽ മതി. ഇതായാലും ആലയിലിടണം. അവനാ നോക്കി വളർത്തുകയാണെങ്കിൽ ഒരു 4 പശുക്കളുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ ജീവിതം കഴിയും. 40 ലിറ്റർ പാലിട്ടിയാൽ മതി. നമ്മളിപ്പോൾ പുതിയ തൊത്തുണ്ടാക്കിയതാണ്. വീട്ടിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് വീടിൻ്റെ അടുത്ത് വേറെ തൊത്തുണ്ട്. ഇത് സ്ഥിരം പുറത്തേക്ക് വിടാത്ത പൈക്കളെ ഇതിലെ കെട്ടല്. 8-10 പൈക്കളെ ഇതിൽ കെട്ടാം. നമ്മളിപ്പോൾ ഇതൊരു 10-30 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി കിട്ടുന്ന പൈക്കളാണ്. ഇത് എച്ചപ്പാണ്. ഇതൊരു നാടനാണ്. ഇത് നാടൻ പയ്യാണ്, നാട്ടിലെ പയ്യാണ്. അത് എച്ചപ്പ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പയ്യാണ്. ഇനി മേലെ തൊത്തിലുണ്ട് പൈക്കളൊക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാം പാടെ ഒരു 10 പൈക്കളുണ്ട്. ഇത് ഒറിജിനൽ എച്ചപ്പ. ഈ പയ്യ ഒറിജിനലാണ്. ഇത് ഒറിജിനൽ എച്ചപ്പാണ്. ഇത് നാടന് ഒരു ഇടപെട്ട് പയ്യാണ്. ഇതിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്, പുറത്തുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങും, തമിഴ്നാട്ടിൽ പോയി വാങ്ങും. പിന്നെ ഇത് ഓരോ വീടുകളിൽ ചെന്ന് വാങ്ങും. അങ്ങനെയൊക്കെ വാങ്ങും പൈക്കൾ. നമ്മൾ അതിൻ്റെ അരി വരുമ്പോഴാണ് വിൽക്കും. പാലിൻ്റെ ആവശ്യമാണ് മെയിനായിട്ട്. ഇപ്പോൾ ഈ പൈക്കൾക്കൊക്കെ ഒരു 10-12-13 ലിറ്ററൊക്കെ കറക്കണ പൈക്കളാണ്. പാല് നമ്മൾ ഹോട്ടലിൽ കൊടുക്കും, സൊസൈറ്റി കൊടുക്കും, നമ്മളെ ആവശ്യത്തിന് ചിലവാക്കും. നോക്കണേ ഞാൻ തന്നെയാണ് കാര്യമായിട്ട്. അതിൻ്റെ ഇടയിൽ പുല്ലരിച്ചും വൈക്കോല് വാങ്ങും. പിന്നെ അങ്ങനെ ഒക്കെ ചെയ്യും. നോക്കാനൊന്നൊരു പണിയില്ല. അതുപോലെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് നോക്കാത്ത പണിയൊന്നുമില്ല. ഞാനിപ്പോൾ 10-30 കൊല്ലമായി ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടെടുക്കൽ തുടങ്ങിയിട്ട്. പുല്ലിഷ്ടം പോലുണ്ട് ഇവിടെ. 2 നേരം കറക്കും. 2 നേരം രാവിലെയും വൈകുന്നേരവും കറക്കും. അവിടെ 3 എണ്ണം ഉണ്ട്. മുകളിലെ തൊത്തിൽ പെരൻ്റെ അടുത്ത് തൊത്തുണ്ട്. അതിൽ 3 വൈക്കളുണ്ട്. പിന്നെ പറമ്പ് കെട്ടിയിട്ടിരിക്കുകയാണ്. 4 വൈക്കളെ പറമ്പ് കെട്ടിയുണ്ട്. എല്ലാം കൂടെ 10 വൈക്കളുണ്ട്. വീട് ഇപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ. തന്നെയല്ലേ വീട്. ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞു പോകുന്നതുകൊണ്ട് നോക്കണ്ട. ഇതിൽ ഇങ്ങനെ ഇറക്കി അതാണ് വീട്. നോക്കിയാൽ കാണല്ലോ. മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വീട് കാണാം. ഇതിൻ്റെ സൗകര്യത്തിന് ഇപ്പോൾ തൊത്തെടുത്തതാണ്. വീടിൻ്റെ അടുത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഡിമാൻഡ് ഇപ്പോൾ ഒരു ഇരുജാതി പൈക്കൊക്കെയാണ് ഇവിടെ. നമ്മളിവിടെ ഡിമാൻഡ്. അല്ലെങ്കിൽ സോക്കടുകളും കേടും സോക്കടൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഇരുജാതി പൈക്കൊക്കെ, ഈ നാട്ടിലെ പൈക്കൊക്കെ കേടും സോക്കടൊന്നും ഉണ്ടാവില്ല. മറ്റേ പൈക്കൊക്കെ ഇഞ്ചക്ഷനും കാൽസ്യം ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ട് വലിയ പ്രയോജനപ്പെടില്ല നാട്ടിലെ പൈക്കളാണ്. നല്ല പൈക്കൾക്ക് വേറെ നമ്മുടെ നാട്ടിലെ പൈക്കളാണ്. എച്ചപ്പ് പൈക്കൾ നല്ല കറവ് നീളം കിട്ടും, നല്ല പാലുണ്ടാവും, നല്ല വില കൊടുക്കണം എച്ചപ്പ് പൈക്കൾക്ക്. ദോഷം കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ വീട് പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റൂല, വെയിൽ കൊള്ളാൻ പറ്റൂല. അല്ലാതെ വെയിൽ കൊണ്ടാൽ പിന്നെ ഔട് വീക്കം അങ്ങനെയുള്ളതൊക്കെ വരുന്നുള്ളൂ. ഈ നാടൻ പശുക്കളെ എപ്പോഴും പുറത്തു കൊണ്ടുപോയി കെട്ടാം. ഓലയ്ക്ക് വൈക്കോല് നമ്മളെ കൂടുതൽ വാങ്ങി കൊടുക്കണ്ട. പുല്ല് അവർ തന്നെ തിന്നോളും. നോക്കാൻ സുഖം നാട്ടിലെ പൈക്കളാണ്. കയറുമ്പോൾ കെട്ടിയിട്ടാൽ മേച്ച് കെട്ടിയിടാം. അത് രാവിലെ കൊണ്ടുപോയി കെട്ടിയാൽ വൈകുന്നേരം കഴിച്ചു കൊടുത്താൽ മതി. ഇതായാലും ആലയിലിടണം, നിർത്തി പോറ്റണം. ഇന്ത്യ അനുഭവത്തിൽ എച്ചപ്പ് പൈക്കൾ തന്നെയാണ് നല്ല പൈക്കൾ. നമ്മളെ പാലിൻ്റെ ആവശ്യത്തിന് തോനെ പാലിട്ടത് എച്ചപ്പ് പൈക്കളാണ്. പാല് ക്വാളിറ്റി ഉണ്ടാവും, നല്ല പാലാവും. പിന്നെ നമുക്ക് ജാസ്തി പാലുണ്ടാവും. ഈ നാട്ടിലെ പൈക്കൊക്കെ പാല് കുറയും, പിന്നെ സൂക്കടും കുറയും. എച്ചപ്പ് പൈക്കളെ നമ്മൾ ആലയിലിട്ട് തിന്നാൻ കൊടുക്കണം. എന്നാൽ നല്ല ഉഷാറാണ്. 15, 18, 20, 22 കിട്ടും നല്ല പൈക്കൾ. നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നത് പൈക്കച്ചവടം കൊണ്ടാണ്. ഞാൻ ഗൾഫ് ഒഴിവാക്കിയാണ്ട് 30 വർഷം മുമ്പ് ഗൾഫിൽ നിന്ന് വന്നതാണ്. പിന്നെ പൈക്കളെ 2-3 പൈക്കൾ വാങ്ങി. പിന്നെ അങ്ങനെ ജാസ്തിയായി. നല്ല ലാഭം തന്നെയാണ്. പൈക്കൾ നഷ്ടമൊന്നുമില്ല. അവനാ നോക്കി വളർത്തുകയാണെങ്കിൽ ഒരു 4 പശുക്കളുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ ജീവിതം കഴിയും. 40 ലിറ്റർ പാലിട്ടിയാൽ മതി. 40 ലിറ്റർ പാലിട്ടിയാൽ നമ്മളെ കുടുംബത്തിൻ്റെ ജീവിതം കഴിയും. ഈ ഹോട്ടലിലോ വീടുകൾ കൊടുത്താൽ 70 ഉറുപ്പിക കിട്ടും ലിറ്ററിന്. പിന്നെ 2800 ഉറുപ്പിക കിട്ടും. 4 പൈക്കളുണ്ടായ 10 ലിറ്റർ പാലിന് 40 ലിറ്റർ ഇട്ടാൽ 2800 ഉറുപ്പിക കിട്ടും. വീടുകൾ കൊണ്ട് കൊടുത്താൽ 1000 ഉറുപ്പിക ഉണ്ട് വില തീറ്റ ചെയ്യും. പിന്നെ 1000 ഉറുപ്പിക ഒരു 500 ഉറുപ്പിക ഡെയിലി പൈക്കൾക്ക് വേറെ പുതിയ വാങ്ങാൻ വേണ്ടി കണ്ട് നമ്മൾ വെച്ചാൽ മതി. എന്നാൽ ഒരു മാസത്തിൽ 15,000 ഉറുപ്പിക ആകുമ്പോൾ ഏതെങ്കിലും പയ്യനെ മാറ്റണമെങ്കിൽ 2 മാസം കൂടുമ്പോൾ മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മളെ ജീവിതം കഴിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. രാവിലെ 2 മണിക്കൂർ മെനക്കെടുന്നത് മതി, വൈകുന്നേരം 2 മണിക്കൂർ, അത്ര പ്രയാസമുള്ളൂ.
ഒരു 4 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യണം. നല്ല പണിയുണ്ടാവും. ഇപ്പോൾ ഇനി വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ ഒന്ന് കേക്ക് നന്നാക്കി കറന്ന് പാലുണ്ട കൊടുത്ത് വെള്ളം കൊടുത്ത് വൈക്കോലിട്ടാൽ പണി കഴിഞ്ഞു. ജോലിക്കാരൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. 10 വൈക്കൊക്കെ ജോലിക്ക് ആളാവശ്യമില്ല. നമുക്ക് തന്നെ ജോലി ഇല്ല. ഈ ജോലി നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. 10 പയ്യനെ വെച്ചാണ്ട് ജോലിക്കാരെ വെച്ചാൽ ഒരു നിലക്ക് വെക്കൂല. എങ്ങനെ വെക്കുക? 10 ബൈക്കുകളെ ഉണ്ടായാൽ പിന്നെ അതിന് ഇപ്പോൾ 10 ബൈക്ക് ഒരേ ലെവലിൽ പാലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ 10 ബൈക്കുകൾ നമ്മൾ വെച്ചാൽ വെക്കൂല. ആ പണിക്കാരെ വെച്ചാൽ ഈ സംഭവം ഒന്നും വിജയിക്കൂല. പണിക്കാരെ വെച്ചാൽ 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, നമ്മൾ അവരെ ആശ്രയിച്ചു നമ്മളിത് എടുക്കാൻ മടിക്കും. ആ സമയത്ത് നമ്മൾ തന്നെ അതെന്നും എടുക്കുമ്പോൾ നമുക്കിത് ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ പണിക്കാരെ ആശ്രയിച്ചാൽ എന്താവും? ഓരോ ദിവസം വന്നില്ലേ നമ്മളെ ബൈക്കുകൾ പട്ടിണി ആവും. അതാണ് ഉണ്ടാകുക. സ്വന്തം ചെയ്യുന്ന ഏർപ്പാട് അത്രയും മെച്ചം തന്നെ. ഇത് മോശമില്ല. എത്രയും കഴിയണം സ്വന്തം ചെയ്യലാണ് നല്ലത്. ഇതൊക്കെ അവരൊക്കെ നല്ല ഏതും തിന്ന് വെള്ളം കുടിച്ച് നല്ല നല്ല ക്വാളിറ്റിയുള്ള പൈക്കളൊക്കെ വാങ്ങിയാൽ നല്ല ലാഭമാണ്. ഇമാതിരി പൈക്കളൊക്കെ ഈ മാതിരി കറുപ്പ് പശുവൊക്കെ നല്ല പയ്യ. തീറ്റ നമ്മൾ കേസ് കൊടുക്കും. ഗോതമ്പത്തിൻ്റെ തവിടും കൊടുക്കും. കടലപ്പിണ്ണാക്ക് കുറച്ചൊക്കെ കൊടുക്കും. ഒരു 6 കിലോ തീറ്റ മാക്സിമം ഒരു പൈക്ക് കൊടുക്കും. അതിന് പാല് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും ഒക്കെ ഈ 6 കിലോ കൊടുക്കും. പച്ചവെള്ളം തന്നെ. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കൊടുക്കും. അവിടെ നമ്മൾ പാൽ കൊടുക്കുന്ന ഹോട്ടലിൽ കഞ്ഞിവെള്ളം ഉണ്ടാവും. അത് കൊണ്ടുവരലുണ്ട്. അപ്പോൾ അത് കൊടുക്കും. പുല്ല് നമ്മളിവിടെ തന്നെ പറമ്പിൽ ഇഷ്ടം പോകണം. വളർത്തു പുല്ലുണ്ട്. ഇവിടെ ഇഷ്ടം പോകണം പുല്ലരിയുണ്ട്. അരി ഒരാളെ വിളിച്ച് ഒരു ദിവസം അരിച്ചാൽ 4 ദിവസത്തിനുണ്ടാവും. ഒരു ദിവസം അരിഞ്ഞാൽ 4 ദിവസത്തിനുണ്ടാവും. ആഴ്ച 2 പ്രാവശ്യം പുല്ലരിക്കും. പുല്ല് അങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു നേരം വൈക്കോൽ കുറച്ച് ദിവസം വൈക്കോൽ കൊടുക്കും. അതാ വൈക്കോൽ ഇവിടെ ഉണ്ടല്ലോ. ഇതാ പുല്ല് വൈക്കോലൊന്നും ഉണ്ടല്ലോ. ഒരു നേരം വൈക്കോൽ കൊടുക്കും. ഒരു നേരം പുല്ല് കൊടുക്കും. വെള്ളം 3 നേരം കൊടുക്കും. 2 നേരം കലക്ക് കൊടുക്കും. 1 നേരം പച്ചവെള്ളം കൊടുക്കും. ഒന്ന് പെണ്ണുമാണ്, ഒന്നാണോ, ഒന്ന് പശുക്കുട്ടി, ഒന്ന് മൂരിക്കുട്ടിയാണ്. അതൊക്കെ നല്ല സുഖമാണ്. നമ്മളെ തൊടിയിൽ ഒരു നേരം കെട്ടിയിട്ടാൽ ഒരു പള്ളം അരച്ചോളും. തെങ്ങിന് ചാണാവും, വളം മൂവും. നല്ല മെച്ചാണ്. ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായ എത്ര ബൈക്കളെയും കേട്ടോ. ഈ ബൈക്കളൊക്കെ തമിഴ്നാട് എന്ന് പറഞ്ഞു. തമിഴ്നാട് ബൈക്കളാണ്, നാടൻ ബൈക്കളല്ല. ഇതിന് 10 ലിറ്റർ പാലിട്ടും ഈ ബൈക്ക്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വഴിയാണ്. ഈ 2 ബൈക്കുകളും ഈ 3 ബൈക്കുകളും തമിഴ്നാട്ടിലെ ബൈക്കുകളാണ്. അടുത്ത് ഈ ആഴ്ച വന്ന എളുപ്പം വന്നത് അപ്പോൾ തന്നെ കൊടുക്കും. താഴത്തെ ബൈക്കുകൾ 3-4 ബൈക്കുകൾ നമ്മൾ നിർത്തും. അതിൻ്റെ അടി ആൾ വരുമ്പം വിൽക്കും. എല്ലാ ബൈക്കുകളും വിൽക്കും. ഒന്നായിട്ടല്ല, ഒക്കെ വിൽക്കും. ഒന്നുകൊണ്ട് വിറ്റാപ്പോൾ തന്നെ നമ്മൾ വേറൊന്നും വാങ്ങും.